സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു യഥാർത്ഥ ഭക്തൻ ദൈവത്തിൻ്റെ ഒരു കല്ല് കട്ടുകൊണ്ട് പോകും. കോടതിയും ഭക്തന്മാരെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. ഭരിക്കേണ്ട ആളുകളുടെ ഭാഗത്തു നിന്ന് വേണ്ട രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ടു പോയിരുന്നെങ്കിൽ കോടതി ഇങ്ങനെ ഇടപെടേണ്ടി വരത്തില്ല. ഈ പറ്റിക്കൂടി നിൽക്കുന്നവരും അതിനകത്ത അന്തേവാസികളും അവരടക്കം യഥാർത്ഥ ഭക്തന്മാരൊന്നും അല്ല. അത്തരം ഇടനിലക്കാരെ ഒഴിവാക്കാൻ എന്ത് മാർഗമാണ് സ്വീകരിക്കാൻ പോകുന്നത്? ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അവരെ വിലങ്ങിടാൻ കൂച്ചു വിലങ്ങിടാൻ തീരുമാനിച്ചു. ദേവസ്വം ബോർഡിൻ്റെ വിശ്വാസ്യതയിൽ ഒരു ഇടിച്ചിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഫൈനൽ ഡിസിഷൻ? ഇപ്പോൾ ഫൈനൽ തീരുമാനം സദ്യ കൊടുക്കണമെന്ന് തന്നെയാണ് തീരുമാനം. എടുത്ത തീരുമാനങ്ങൾ സമ്പൂർണ്ണമായി നടപ്പിലാക്കാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിൻ്റെയും കൂടാണ് യഥാർത്ഥത്തിൽ ആദ്യം തുടക്കത്തിൽ ഉള്ള ചില താളപ്പിഴകൾ വന്നത്. ജീവനക്കാർ അവരവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിൽ അവർ അറച്ചു നിൽക്കുക. ദർശനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുഴുവൻ അവിടെ നല്ല നിലയിൽ തന്നെ ദർശനം നടത്താനുള്ള സൗകര്യം ഇപ്പോൾ ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പിന് അപേക്ഷ ഫാറുമുണ്ട് ഇപ്പോഴും. അതിനകത്ത് എവിടെയെങ്കിലും ദൈവവിശ്വാസിയാണോ അല്ലയോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനും ഇല്ല. ദൈവവിശ്വാസി ആണെങ്കിൽ നടപടിയുമില്ല. സംസ്ഥാന മുൻ വനം വകുപ്പ് മന്ത്രിയും CPI സംസ്ഥാന കൗൺസിൽ അംഗവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പുതിയ അംഗവുമായ ശ്രീ K. രാജുവാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ K. രാജു. ഇപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പുതിയ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പം മണ്ഡലകാലം തുടങ്ങി, തിരക്ക് വളരെ കൂടുതലായിരുന്നു. അത് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ബോർഡ് എന്തൊക്കെയാണ് ചെയ്തു വരുന്നത്? 15-ാം തീയതിയാണ് ഞങ്ങൾ പുതിയ 2 പേര്, പ്രസിഡൻ്റ് അടക്കം ഞാനും കൂടെ ചേർന്ന് 2 പേര് സത്യപ്രതിജ്ഞ ചെയ്തത്. 17-ാം തീയതി തന്നെ ശബരിമലയിലേക്ക് ഞാനും പോയി. അപ്പോൾ വലിയ തിരക്കായിരുന്നു യഥാർത്ഥത്തിൽ. ഈ 17-ാം തീയതി ഉച്ച മുതൽ തന്നെ 18-ാം തീയതി നല്ല തിരക്കായി. അവിടുത്തെ പോലീസ് സംവിധാനങ്ങളും ഒക്കെ ഞങ്ങളൊരു മീറ്റിംഗ് നടത്തി പരിശോധിച്ചു. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് 18-19 തീയതികളിൽ ധാരാളം സന്ദർശകർ വന്നു. അപ്പോൾ ഈ ഭക്തരെ നിയന്ത്രിക്കുന്നതിനൊക്കെ ഉള്ള സംവിധാനത്തിൽ ഇടയ്ക്ക് വെച്ചൊരു 2 മണിക്കൂർ നേരം 2-2.5 മണിക്കൂർ നേരം ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അനുഭവപാഠം വെച്ചുകൊണ്ട് ക്രമീകരണങ്ങൾ വരുത്താനായിട്ട് തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നല്ല തിരക്കുള്ള ദിവസം പോലും ക്രമീകരിച്ചാണ് ഈ തീർത്ഥാടകരെ വിടുന്നത്. ദർശനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുഴുവൻ അവിടെ നല്ല നിലയിൽ തന്നെ ദർശനം നടത്താനുള്ള സൗകര്യം ഇപ്പോൾ ഉണ്ട്. മുൻപോട് ഇപ്പം അതിൻ്റെ ഈ മണ്ഡലകാലം വരുന്നതിന് മുമ്പ് ചെയ്യേണ്ടിയിരുന്ന ചില കൂടിയാലോചനകൾ നടത്തിയില്ല, വേണ്ടത്ര ക്രമീകരണങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ള വിമർശനമുണ്ട്. എന്തു പറയും? മുൻപോട് ആലോചനകൾ നടത്തിയിരുന്നു, പക്ഷേ അത് പൂർണ്ണമായിരുന്നില്ല എന്നുള്ളതാണ് ശരി. അവർ ആലോചിച്ചു, പക്ഷേ അത് നടപ്പിലാക്കാൻ അവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ ഇതിന് വേണ്ടത്ര ഒരു പരിഗണന കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഉദ്യോഗസ്ഥന്മാർ തന്നെ എടുത്ത തീരുമാനങ്ങൾ സമ്പൂർണ്ണമായി നടപ്പിലാക്കാത്ത ഒരു സാഹചര്യം വന്നു. അപ്പോൾ അതിൻ്റെയും കൂടാണ് യഥാർത്ഥത്തിൽ ആദ്യം തുടക്കത്തിൽ ഉള്ള ചില താളപ്പിഴകൾ വന്നത്. ഇപ്പോഴത് മാറിയിട്ടുണ്ട് പൂർണ്ണമായിട്ടും. അപ്പോൾ അത് മാറി നല്ല രീതിയിലിപ്പോൾ അതിനുള്ള സംവിധാനം എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ ഒരു ഡയറക്ഷൻ കൂടെ വന്നു. ഈ സ്പോട്ട് ബുക്കിംഗ് 5000 ക്രമീകരിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആളിൻ്റെ ഇതനുസരിച്ച് വേണമെങ്കിൽ അതിനകത്ത് റിലാക്സ് ചെയ്യാം, ആ ഒരു അനുമതിയും കൂടെ തന്നു. ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് നിലയ്ക്കൽ കുറച്ച് ആളുകളെ നല്ല തിരക്ക് വന്നാൽ അവിടെ തന്നെ സ്പോട്ട് ബുക്കിംഗ് എല്ലാം അവിടെ മോട്ട് മാറ്റിയിട്ട്, നേരത്തെ പമ്പയിലായിരുന്നു സ്പോട്ട് ബുക്കിംഗ്, നിലയ്ക്കലേക്ക് മാറ്റി. അപ്പോൾ അവിടെ വരുന്ന അയ്യപ്പന്മാരെ കുറച്ച് പേരെ അവിടെ വേണമെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം. അപ്പം നല്ല തിരക്ക് സന്നിധാനത്തുണ്ടെങ്കിൽ ഈ നിലയ്ക്കൽ തന്നെ നമുക്ക് കുറേ പേരെ ഹോൾഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അവരെ വിടുക. അവർ പമ്പയിൽ വരുമ്പോഴത്തേക്ക് പമ്പയിൽ വേണമെങ്കിൽ കുറച്ച് പേരെ ഹോൾഡ് ചെയ്യാം. എന്നാൽ പമ്പയിൽ സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായിട്ട് നിർത്തിയതുകൊണ്ട് ഇപ്പോൾ പമ്പയിലേക്ക് വരുന്ന ആൾ സ്പോട്ട് ബുക്കിംഗ് ഇല്ലാത്തത് കാരണം തിരിച്ച് നിലയ്ക്കൽ പോയി സ്പോട്ട് ബുക്കിംഗ് എടുക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞൊരു വിമർശനമുണ്ട്. എന്നാലും ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പം ഈ ദൂരേന്ന് വരുന്ന അയ്യപ്പന്മാർ അവർ ഇരുമുടി കെട്ടും ഒക്കെ ആയിട്ട് വരുന്ന ആളുകളാണ്. അവരെ ഒന്നും ആരെയും തിരിച്ചുവിടരുത് എന്നുള്ളൊരഭിപ്രായം പൊതുവിലുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ എല്ലാം തന്നെ സന്നിധാനത്തേക്ക് വിടുന്നുണ്ട്. പക്ഷേ കുറച്ച് ഹോൾഡ് ചെയ്താണ് വിടുന്നതെന്നുള്ളതേ ഉള്ളൂ. ചിലരൊക്കെ തിരിച്ചു പോകുന്ന സാഹചര്യവും വന്നായിരുന്നു. അത് തുടക്കത്തിൽ ഈ പറഞ്ഞ ആദ്യത്തെ ഒരു 2 ദിവസത്തെ ഒരു താളപ്പിഴ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. അതിൽ തന്നെ കുറച്ച് മണിക്കൂറുകളെ ഉണ്ടായിരുന്നുള്ളൂ 2ാമത്തെ ദിവസം. അപ്പോൾ അന്ന്
നമ്മളെ ചാനലുകളിലൂടെയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ആളുകൾ ചിലരെങ്കിലും വളരെ അപൂർവമായി ലക്ഷങ്ങളോളം വന്നവരാണ്. അതിൽ നിന്ന് 10, 20, 50 പേര് അങ്ങനെ പോയതായിട്ട് അറിഞ്ഞു. പക്ഷേ അത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. എല്ലാവർക്കും സന്ദർശനം ഒരുക്കുക. അതുകൊണ്ട് ഈ നിബന്ധനകളെല്ലാം ഉണ്ട് എങ്കിൽ പോലും വരുന്ന സന്ദർശകർക്ക്, തീർത്ഥാടകർക്ക് പോകാൻ സ്പോട്ട് ബുക്കിംഗ് ഇല്ലാതെ വരുന്നവരെ പോലും കയറ്റി വിടുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അതൊന്ന് ഹോൾഡ് ചെയ്തായിരിക്കും, നിയന്ത്രിച്ചായിരിക്കും. ഈ പമ്പയിൽ സ്പോട്ട് ബുക്കിംഗ് വീണ്ടും ഏർപ്പെടുത്തുമോ? ഇപ്പോൾ അങ്ങനെ തീരുമാനമില്ല. കാരണം ഹൈക്കോടതിയുടെ ഒരു ഡയറക്ഷനും കൂടെ അനുസരിച്ച് നമുക്കിപ്പോൾ അവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ. ഹൈക്കോടതി പറഞ്ഞേക്കുന്നത് അത് ഈ നിലയ്ക്കൽ ആയിട്ട് ക്രമീകരിക്കാനും 5000 എന്നുള്ളത് ആ നിലയിൽ, പിന്നെ ആവശ്യമുള്ള ഉണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ അങ്ങനെ ഒരു റിലാക്സേഷൻ കൊടുക്കാം എന്നുള്ള നിലയിലാണ്. മറ്റൊരു കാര്യം ഇപ്പോൾ ഓൺലൈൻ ബുക്ക് ചെയ്ത് വരുന്നവർ, ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരാണ് കൂടുതൽ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലെ ആന്ധ്ര, തമിഴ്നാട് ഉൾപ്പെടെയുള്ള കർണാടക എന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന്. അവർ സമയത്ത് വന്നില്ലെങ്കിൽ അവർക്ക് പ്രവേശനം കൊടുക്കില്ല എന്നുള്ളൊരു നിലപാട് പോലീസ് എടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ട്രെയിൻ വൈകുന്നു, അല്ലെങ്കിൽ ഫ്ലൈറ്റ് തന്നെ ഇപ്പോൾ നമുക്കറിയാം രാജ്യത്തൊട്ടാകെ ഫ്ലൈറ്റുകൾ പ്രതിസന്ധിയിലായിട്ടുണ്ട്. തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കം കാരണം ട്രെയിനുകൾ ലേറ്റാവുന്നു. അങ്ങനെ ഒരു കടുംപിടുത്തത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു കടുംപിടുത്തം എടുക്കുന്നില്ല. ഇല്ല. ഇത് പറയുമ്പോൾ നമ്മൾ കോടതി ഡയറക്ഷനോടൊക്കെ വെച്ചുകൊണ്ട് 5000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് പറ്റുള്ളൂ. അതുപോലെ തന്നെ അല്ലാത്തവർ ഈ സമയത്ത് വരണം, പറഞ്ഞിരിക്കുന്ന ദിവസം തന്നെ വരണം, അതിൽ പറയുന്ന ദിവസം തന്നെ ആ സമയത്ത് തന്നെ വരണം എന്നെല്ലാം കർശനമായിട്ട് നമ്മൾ പറയും. അത് ഈ പൊതുവിൽ ഒന്ന് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്നതാണ് എന്ന് വിചാരിച്ച് ഇപ്പം ഈ പറഞ്ഞ രീതിയിലുള്ള എന്തെങ്കിലും കാരണവശാൽ കുറച്ച് സമയം മാറി വരുന്നവരെയൊന്നും തിരിച്ചുവിടുന്നില്ല. ആരെയും തിരിച്ചുവിടരുതെന്നാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള സമീപനം എങ്ങനെയുണ്ട്? പോലീസ് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടാണ് ഈ ആദ്യത്തെ ഒരു ദിവസത്തെ പിറ്റേ ദിവസത്തെ ആ ഒരു ഇതിന് ശേഷം കുറച്ച് നിയന്ത്രണങ്ങൾ സ്ട്രിക്റ്റായിട്ടാണ് നടപ്പിലാക്കുന്നത്. അതുകൂടെ കൊണ്ടാണ് ഇപ്പോൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ നടന്നു പോകുന്നതെന്നാണ് തോന്നുന്നത്. ഇപ്പം തന്നെ പൊതുവേ ഇപ്പം ശബരിമലയിൽ ഈ സീസൺ അനുസരിച്ചുള്ള പ്രവേശനമാണുള്ളത്. എല്ലാ 1-ാം തീയതി അടുപ്പിച്ചുള്ള ദിവസങ്ങളിലും അല്ലാതുള്ള മണ്ഡല മകരവിളക്ക് കാലത്തും. ഈ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ ഇപ്പം മണിക്കൂറുകളോളം കാത്തു നിന്ന്, അല്ലെങ്കിൽ നല്ല ഒരു ടോയ്ലറ്റ് സൗകര്യമില്ല, അല്ലെങ്കിൽ ലഘുഭക്ഷണം, അല്ലെങ്കിൽ കുടിക്കാനുള്ള വെള്ളം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള നിരന്തരം പരാതികൾ പറയുന്നുണ്ട്. ഇത് ഇങ്ങോട്ടേക്ക് വരുന്നതിനുള്ള ഒരു താല്പര്യം കുറയ്ക്കാനും കൂടെ വഴി തെളിക്കില്ലേ? അത് പരിഹരിക്കാൻ ദേവസ്വം ബോർഡ് എന്താണ് മുന്നിൽ കാണുന്ന വഴി? അതിൽ ഇപ്പം തന്നെ മണിക്കൂറുകൾ ചിലപ്പോൾ ക്യൂ നിൽക്കേണ്ടതായിട്ട് വരുന്ന സന്ദർഭങ്ങളിൽ ആ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ലഘുഭക്ഷണം എന്നുള്ള രീതിയിൽ ബിസ്ക്കറ്റ്, ലക്ഷക്കണക്കിന് ബിസ്ക്കറ്റുകൾ അവിടെ ഇറക്കി അത് വിതരണം ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണെങ്കിലും നമുക്കറിയാം സന്നിധാനത്തിൻ്റെ മുമ്പിലെല്ലാം കൂട്ടമായിട്ടാണ് ആളുകൾ നിൽക്കുന്നത്. അപ്പോൾ ഈ വെള്ളം കൊണ്ടു കൊടുക്കുന്നത് തന്നെ അകത്ത് ഒരുപാട് തിങ്ങി നിറങ്ങി നിൽക്കുന്നവർക്ക് അകത്ത് ചിലപ്പോൾ കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടാകാം. അത് പ്രായോഗികമായി നമുക്ക് അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. കുറേയേറെ ടാപ്പുകൾ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഫ്ലാസ്കിനകത്തും ഒക്കെ വെള്ളം കൊണ്ടു കൊടുക്കുന്നതിനുള്ള സംവിധാനമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 400ഓളം പേരെയാണ് യഥാർത്ഥത്തിൽ വെള്ളം കൊടുക്കുന്നതിനും ബിസ്ക്കറ്റ് കൊടുക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഈ നടപ്പന്തലിലും എല്ലാം നിയോഗിച്ചിട്ടുള്ളത്. പിന്നെ ടോയ്ലറ്റ് സൗകര്യത്തിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു. ടോയ്ലറ്റ് സൗകര്യത്തിൽ അവിടെ മൂക്ക് പൊത്താതെ കയറാൻ പറ്റില്ല എന്നുള്ളൊരു പരാതി പൊതുവെ ഉന്നയിക്കുന്നുണ്ട്. അത് ക്ലീനിങ് സ്റ്റാഫ് അവരെ പ്രത്യേകമായിട്ട് ഈ പരാതി ഉള്ളതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറെ കൊണ്ട് തന്നെ ബന്ധപ്പെട്ട എല്ലാ വിഭാഗത്തിൻ്റെയും മീറ്റിങ്ങുകൾ അവിടെ വിളിച്ചിരുന്നു. ഞാനും പ്രസിഡൻറ്റും എല്ലാം അവിടെ മാറി മാറി പങ്കെടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞാനും കൂടെ ഉള്ള ആ മീറ്റിങ്ങിൽ വെച്ച് തീരുമാനിച്ചത് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫ് ഉണ്ട്, കുറച്ച് സന്നദ്ധ പ്രവർത്തകരുമുണ്ട്. അപ്പോൾ അവരെ യഥാർത്ഥത്തിൽ പത്തനംതിട്ട കളക്ടറുടെ ചുമതലയിലാണ് ഈ ക്ലീനിങ്ങിന് മറ്റും അതിന് വേണ്ടിയിട്ട് സന്നദ്ധ പ്രവർത്തകരെ അടക്കം വിനിയോഗിക്കുന്നത്. നമുക്കവിടെ യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്ന അത്രത്തോളം ഈ ക്ലീനിങ്ങിന് ആളുകൾ തയ്യാറായി മുന്നോട്ട് വന്നില്ല. ദിവസക്കൂലിക്ക് ദേവസ്വം ബോർഡ് കുറച്ച് പേരെ നിയോഗിച്ചു. ആ ദിവസക്കൂലിക്ക് ദേവസ്വം ബോർഡ് നിയോഗിച്ചെങ്കിലും യഥാർത്ഥത്തിൽ 600-650 പേരെ വെക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ട് അത് അത്രയും ആളുകൾ വന്നിട്ടില്ല. കാരണം 650 രൂപയാണ് കൊടുക്കുന്നത് പ്രതിദിനം 650 രൂപയാണ് കൊടുക്കുന്നത്. പിന്നെ അവിടെ ഉള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് വേണമല്ലോ, ഈ അക്കോമഡേഷൻ്റെയൊക്കെ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം ഇനിയും യഥാർത്ഥത്തിൽ ക്ലീനിങ്ങിന് തയ്യാറുള്ള. ക്ലീനിങ് എന്ന് പറയുമ്പം റൂമുകൾ ക്ലീനിങ് ഉണ്ട്, ഈ അവിടുത്തെ സംവിധാനത്തിൻ്റെ അവിടുത്തെ പ്രദേശം ടോയ്ലറ്റ് ക്ലീനിങ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. എല്ലാവർക്കും പിന്നെ ആ ഒരു ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര ആളുകൾ ഇല്ലായിരുന്നു ആദ്യം എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് പരിഹരിക്കാൻ ശ്രമിച്ചു, കുറേയേറെ പരിഹരിച്ചു. എങ്കിലും
ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. അത് ശരി. അതുപോലെ തന്നെ ഈ ബോർഡ് ഇപ്പം പുതിയ ബോർഡ് അധികാരമേക്കാൻ ഇടയായ പശ്ചാത്തലവും സാഹചര്യവും, അതായത് ശബരിമലയിലെ മുൻ 2 ദേവസ്വം മുൻ പ്രസിഡന്റുമാർ ജയിലിലായി, കമ്മീഷണർ പദവി അടക്കം വഹിച്ചിട്ടുള്ള പ്രധാന ഉദ്യോഗസ്ഥർ ജയിലിലാവുന്നു. അങ്ങനെ ശബരിമലയെ ചുറ്റി ഒരു സ്വർണ്ണപ്പാളി അടക്കമുള്ള സ്വർണവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം കത്തി നിൽക്കുമ്പോഴാണ് ഈ ഒരു ഉത്തരവാദിത്വം. ഇപ്പം അങ്ങ് അഴിമതിയുടെ കറപുരളാത്ത വളരെ പരിണതപ്രജ്ഞനായിട്ടുള്ള ദീർഘകാല പ്രവർത്തന പരിചയമുള്ള ഒരു മന്ത്രിയായിട്ടുൾപ്പെടെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് താങ്കൾ. അതോടൊപ്പം തന്നെ ദീർഘകാലം ശബരിമലയിൽ പ്രവർത്തന പരിചയമുള്ള ഒരാൾ കൂടിയാണ് മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ കെ ജയകുമാർ. നിങ്ങളെ രണ്ടുപേരെയും സർക്കാർ വളരെ സതുദ്ദേശത്തോടുകൂടിയാണ് ഈ പോസ്റ്റ് വെച്ചിരിക്കുന്നത്. അന്നേരം ഇതൊരു വലിയൊരു മുൾക്കിരീടമായിട്ട് തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ ഈ വിവാദമൊക്കെ കാണുമ്പോൾ. സത്യത്തിൽ ഈ ശബരിമലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള സംഭവവികാസങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ തന്നെ ഒരു വിശ്വാസ്യതയ്ക്ക് കുറച്ച് കോട്ടം തട്ടിയിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് ദേവസ്വം ബോർഡിൻ്റെ വിശ്വാസ്യതയിൽ ഒരു ഇടിച്ചിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് ആ വിശ്വാസികൾക്കുള്ളായിരുന്ന പണ്ടുണ്ടായിരുന്ന വിശ്വാസം അത് തിരിച്ചെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. തീർച്ചയായിട്ടും ഞാൻ കരുതുന്നത് അതിനു വേണ്ടി തന്നെയാണ് ഞങ്ങളെ നിയോഗിച്ചിട്ടുള്ളത്. ജയകുമാർ ചീഫ് സെക്രട്ടറി എന്നുള്ള രീതിയിലായാലും മറ്റേ വഹിച്ചിട്ടുള്ള പദവികളുമെല്ലാം നല്ലതുപോലെ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ്. അഴിമതി രഹിതനാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം കുറച്ചാൾ ചീഫ് സെക്രട്ടറി ആയിരുന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ പഠിച്ചിടത്തോളം പൊതുവിൽ അഴിമതി രഹിതനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുന്നതാണ്. അതിനേക്കാളെല്ലാം ഉപരി ശബരിമലയെ സംബന്ധിച്ച് കാര്യമായി പഠിച്ചിട്ടുള്ള ആളാണ്. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഓഫീസറായിട്ട് 2 വർഷക്കാലം അദ്ദേഹം നേരത്തെ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നിട്ടുണ്ട്. ആ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി അതുകൊണ്ട് തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന മാസ്റ്റർ പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ പ്രവർത്തനം, അത്തരം കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് ഒരു പുതിയ അറിവ് അദ്ദേഹത്തിന് വശം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് ചെയർമാനായിട്ട് വരുന്നത് എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ആത്മവിശ്വാസം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ ഒരു മെമ്പറായി പോവുക എന്ന് പറയുന്നത് കുറച്ച് ആശങ്ക ഉള്ള ഒരു സംഗതി തന്നെ ആയിരുന്നു. പാർട്ടി തന്നെ യഥാർത്ഥത്തിൽ തീരുമാനിച്ചതിന് ശേഷം ആണ് എന്നോട് ആ വിവരം പറയുന്നത്, എന്നെ വിടുന്ന വിവരം. അപ്പോൾ ജയകുമാറാണ് ചെയർമാൻ. കൂടെ ഈ പറയുന്ന രീതിയിൽ വിശ്വാസം വീണ്ടെടുക്കാനും കഴിയുന്നിടത്തോളം അഴിമതി രഹിതമായി തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയത്തക്ക ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ വിശ്വാസവും ആചാരങ്ങളും എല്ലാം സംരക്ഷിക്കപ്പെടണം. യഥാർത്ഥത്തിൽ ശബരിമല എന്ന് പറയുന്നത് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ 1254 ക്ഷേത്രമുണ്ട്. ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത് അത്രയും ക്ഷേത്രങ്ങളുണ്ട്. 1254 ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ. അവിടെ ഇതുപോലെ വരുമാനമുള്ള ക്ഷേത്രങ്ങൾ ഞാൻ അതിലേക്കാണ് വരുന്നത്. 1254 ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്നതും ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രം ശബരിമലയാണ്. ആ ശബരിമലയിലെ വരുമാനം ഉപയോഗിച്ചാണ് യഥാർത്ഥത്തിൽ ഈ 1254 പകുതിയോളം ക്ഷേത്രങ്ങളിൽ, വേണമെങ്കിൽ പട്ടിണി കിടക്കുകയാണെന്ന് പറയാൻ പോലും, അത്രയും പകുതിയോളം അവിടത്തേക്കുള്ള ജീവനക്കാർക്കുള്ള ശമ്പളമായാലും അവിടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നതിന് ഭക്തർ കൊടുക്കുന്ന വളരെ തുച്ഛമായ, അത്ര വലിയ വരുമാനമൊന്നുമില്ലാത്ത അത്ര ക്ഷേത്രങ്ങളാണ്. ബാക്കി അവിടെ കാര്യങ്ങൾ നിർവഹിക്കുന്നതെല്ലാം ശബരിമല വരുമാനത്തിൻ്റെ വീതം കൊടുക്കുന്നത്. അത് ശരി. നമുക്ക് പലപ്പോഴും സമൂഹത്തിൻ്റെ ഇടയിൽ ചർച്ചയുണ്ട്, ഈ ശബരിമലയിലടക്കം കിട്ടുന്ന തുക സർക്കാർ അടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ള. സർക്കാർ എന്തെങ്കിലും തുക എടുക്കുന്നുണ്ടോ? ഒരു പൈസ എടുക്കുന്നില്ല. എടുക്കാൻ അങ്ങനെ ഒക്കെ പറ്റത്തില്ല. ഈ വിഹിതം വീതിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിൻ്റെയാണ്. മറ്റു ക്ഷേത്രങ്ങൾ ദേവസ്വം ജീവനക്കാരാണല്ലോ. ഈ 1254 ക്ഷേത്രത്തിലുള്ള പൂജാരി അടക്കം ഉള്ള ദേവസ്വം ജീവനക്കാരാണ്. അവർക്ക് ശമ്പളം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിനാണ്. അപ്പം അതിനകത്ത് ദേവസ്വത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഉണ്ടല്ലോ, ഇപ്പോൾ നല്ല വരുമാനമുള്ള ക്ഷേത്രങ്ങളുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ശബരിമലയാണ്. ആ ശബരിമലയിലെ വരുമാനം കൂടി ഉപയോഗിച്ചാണ് ഈ നിത്യനിദാന ചെലവുകൾ യഥാർത്ഥത്തിൽ മറ്റു ക്ഷേത്രങ്ങളാകും നടന്നു പോകുന്നു. ഇപ്പോഴത്തെ ഈ ഒരു വിവാദം ജീവനക്കാർക്കിടയിൽ വലിയൊരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ അതുപോലെ തീരുമാനങ്ങൾ എടുക്കുക, ഇപ്പം ആശയങ്ങൾ നടപ്പിലാക്കുക, അതിലൊക്കെ ഒരു മടിയും പേടിയും ഒക്കെ വന്നിട്ടുണ്ടോ? എൻ്റെ ഒരു 20 ദിവസമല്ലോ ആയുള്ളൂ അനുഭവം. ജീവനക്കാർ പിന്നെ അവരവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിൽ അവർ അറച്ചു നിൽക്കുക.
അത് ശരി. അറച്ചു നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കൊണ്ടായിരിക്കാം, ഇപ്പോഴത്തെ ഈ സംഭവങ്ങളൊക്കെ കൊണ്ടായിരിക്കാം. പക്ഷേ ജീവനക്കാർ അങ്ങനെ അറച്ചു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇതിന് വേറെ സംവിധാനങ്ങളൊന്നുമില്ലല്ലോ. അവിടെ ഉള്ള ക്ഷേത്രങ്ങളുടെ കാര്യമായാലും അതുമെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നതിന് കുറേയേറെ യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതെങ്ങനെ പരിഹരിക്കും? ഇത് ഇപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പിന്നെ വേണ്ടത്ര ഒരു താല്പര്യത്തോടു കൂടി എല്ലാവരും അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നുള്ള അഭിപ്രായം എനിക്കില്ല. അത് മാറ്റണം. അത് മാറ്റുന്നതിനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഇന്ന് ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ബോർഡിലെ അജണ്ട ഇന്ന് ഞങ്ങൾ ക്രമീകരിച്ചു. 20 അജണ്ട ഉണ്ടായിരുന്നു. സാധാരണ 100-ലധികം ഉണ്ടാകും. സാധാരണ 100, 150, 130 ഇങ്ങനെയായിരുന്നു അജണ്ട എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യമേ തന്നെ ഞങ്ങൾ പറഞ്ഞു തീരുമാനമെടുത്തു, പ്രസിഡന്റ് അധ്യക്ഷ തീരുമാനം. നമ്മൾ ചർച്ചയ്ക്ക് വെക്കേണ്ടുന്ന അജണ്ടകൾ ഏതൊക്കെയാണെന്ന് നേരത്തെ മെമ്പർമാർക്കും കൂടെ അറിയണം. അജണ്ട നോട്ട് തരണം. ഇപ്പോൾ മന്ത്രിസഭയിലൊക്കെ ആണെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൻ്റെ അജണ്ടയുടെ നോട്ട് നേരത്തെ കിട്ടും. അപ്പോൾ നമുക്ക് സംശയമുള്ള വിഷയങ്ങൾ ദൂരീകരിച്ച് വരാം, പഠിച്ചുകൊണ്ട് വരാം. എല്ലാ വിഷയങ്ങളും എല്ലാ വകുപ്പിൻ്റെ വിഷയങ്ങളും നമ്മൾ അറിയണമെന്നില്ല, നമുക്ക് പഠിച്ചുകൊണ്ട് വരാം. അതുപോലെ തന്നെ നമുക്ക് തർക്കം വല്ലതും ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ, ഇപ്പോൾ മന്ത്രിസഭയൊക്കെ ആണെങ്കിൽ നേരത്തെ തന്നെ തർക്കമുണ്ട്, CM-ൻ്റെ അടുത്ത് ഇന്ന വിഷയം ഒന്ന് മാറ്റി വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ മന്ത്രിസഭയിൽ ചർച്ച ആകാതെ തന്നെ ആ അജണ്ട വേണമെങ്കിൽ CM-ന് മാറ്റിവെക്കാം. അന്നേരം ഈ ഇപ്പോൾ അജണ്ട ക്രമീകരിക്കുമ്പം നമ്മൾ നടപ്പിലാക്കുന്ന കാര്യങ്ങളുടെ ഒരു ശരിയായ വിവരം എന്താണ് അജണ്ടയെന്നും അതിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണെന്നും എല്ലാം നമുക്ക് മനസ്സിലാകാം. അജണ്ട നോട്ട് തയ്യാറാക്കണമെങ്കിൽ ആ ഫയലെല്ലാം നോക്കിയിട്ടായിരിക്കും അജണ്ട തയ്യാറാക്കുന്നത്. അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ഒരു 10-100-ലധികം അജണ്ട കൊണ്ടുവരിക, അത് ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്താൽ വലിയ കുഴിയിൽ വീഴും. നടന്നുകൊണ്ടിരുന്ന അങ്ങനെ കുഴിയിൽ വീണവരാണോ ഈ അകത്തായിട്ടുള്ളവർ? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ്. അവരുടെ ഭാഗത്തു നിന്ന് ഈ ഗൂഢാലോചനയും മറ്റ് ക്രിമിനൽ ആക്ട് കാണുമായിരിക്കാം. പക്ഷേ ഇവരെയെല്ലാം അതിനകത്തേക്ക് വീഴ്ത്തിയതിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ വേണ്ടത്ര അജണ്ട പഠിക്കാതെ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ഇത്രയും ബൾക്ക് അജണ്ട വെച്ചാൽ ആ അജണ്ടയിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കാതല്ലേ എന്ന്. അപ്പോൾ അവിടെ അങ്ങ് പാസ്സാക്കുന്നു, വായിക്കുന്നു, പാസ്സാക്കുന്നു. അജണ്ട ഒരു കെണിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയ ഒരു വിഷയം. അത് ശരി. അജണ്ട ഒരു കെണിയായിട്ട് തന്നെയാണ് ഇതിൽ പലരും അതിൽ വീണിട്ടുള്ളത്. ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന ഒരു ചിത്രം, കെ ജയകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സന്നിധാനത്ത് ഇങ്ങനെ ശ്രീകോവിലേക്ക് തൊഴുകൈകളുമായി നിൽക്കുന്നു. അന്നേരം അതിനടിയിൽ ഒരു കമൻറ്റ് വന്നത്, ഇത് വളരെ നാളുകൾക്ക് ശേഷം ഭഗവാനെ തൊഴുന്ന അല്ലെ അയ്യപ്പനെ തൊഴുന്ന ഒരു പ്രസിഡന്റ് വന്നിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങ് വിശ്വാസിയാണോ? ഞാൻ വിശ്വാസിയാ ആണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെയുള്ള വിശ്വാസത്തിന് നിയന്ത്രണമൊന്നുമില്ലല്ലോ? ഇല്ല. ശബരിമലയിൽ ഇതിനു മുമ്പ് തൊഴാൻ പോയിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പിന് അപേക്ഷ ഫാറുമുണ്ട് ഇപ്പോഴും. അതിനകത്ത് എവിടെയെങ്കിലും ദൈവവിശ്വാസിയാണോ അല്ലയോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനും ഇല്ല. ദൈവവിശ്വാസി ആണെങ്കിൽ നടപടിയും ഇല്ല. വിശ്വസിക്കാതെ ഇരിക്കാം. വിശ്വാസി അല്ലാത്ത ധാരാളം പേരുണ്ട്. ഇപ്പം CPI-കാരനാണല്ലോ ഞാൻ. CPI-ക്കകത്ത് അവിശ്വാസികളായിട്ടുള്ള ധാരാളം പേരുണ്ട്. പക്ഷേ വിശ്വാസികളും ധാരാളമുണ്ട്. ഇരുമുടിക്കെട്ടുമായി ശബരിമലയിൽ മുമ്പ് പോയിട്ടുണ്ടോ? ഇരുമുടിക്കെട്ടുമായിട്ട് ഞാൻ മുമ്പ് പോയിട്ടില്ല. ഞാൻ വനംവകുപ്പ് മന്ത്രി ആയിരുന്നപ്പോഴാണ് മുമ്പ് പോയത്. 3 പ്രാവശ്യം പോയിട്ടുണ്ട്. അന്നേരം ഭഗവാനെ തൊഴുതിട്ടുണ്ട്? തൊഴുതിട്ടുണ്ട്. അല്ല, അത് ഇപ്പോൾ ഈ സന്നിധാനത്ത് പോവുകയും ഇരുമുടിക്കെട്ടുമായിട്ട് പോകാന്ന് വെച്ചാൽ അന്ന് ഞാൻ തന്നെ ആയിരുന്നു 2 യോഗങ്ങൾ വിളിച്ചത്. പിന്നൊന്ന് CM വിളിച്ച യോഗമാണ്. ആ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ പിന്നെ ഇരുമുടിക്കെട്ടുമായിട്ട് പോകാൻ നമുക്ക് കഴിയത്തില്ലായിരുന്നു അന്ന്. ഹിന്ദു വിശ്വാസി അല്ലെങ്കിൽ ഹിന്ദു മത ആചാരത്തിൽ ഉള്ള ആൾക്കാരാണ് ഈ പദവികളിലേക്ക് ദേവസ്വം ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഹിന്ദുക്കളാണ് പൊതുവെ. ഹിന്ദുക്കളായിരിക്കണം. അന്നേരം അവിടെ ചെല്ലുമ്പോൾ അയ്യപ്പ സന്നിധിയിൽ ഇത്തരം ഒരു പദവി സ്വീകരിച്ച് ചെല്ലുന്നവർ തൊഴുതാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അതിൽ ഒരു തെറ്റുമില്ല. അത്തരം സത്യപ്രതിജ്ഞ ചെയ്യുന്നതേ മെമ്പറായിട്ടുള്ള ഒരാൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, ഞാൻ സത്യപ്രതിജ്ഞ നേരത്തെ MLA ആയിട്ടും മന്ത്രിയായിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അതെല്ലാം ദൃഢപ്രതിജ്ഞ ചെയ്തത്. എന്നാൽ ദേവസ്വം ബോർഡിലെ മെമ്പറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവവിശ്വാസത്തിൽ ആണ്, ദൈവത്തിൻ്റെ പേരിലാണ് അവിടെ സത്യപ്രതിജ്ഞ ചെയ്യണത്. വേറെ ഒരു ഓപ്ഷൻ ഇല്ല. മറ്റിടത്ത് ഓപ്ഷനുണ്ട്. ദൃഢപ്രതിജ്ഞ ആകാം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേരിൽ ഉള്ള പ്രതിജ്ഞ. ഇവിടെ ഓപ്ഷൻ ഇല്ല. കാരണം ഹിന്ദു വിശ്വാസികളുടെ ഒരു പ്രസ്ഥാനമാണ് ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. അവരുടെ സംഘടനയാണ്. ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ആചാരവും അവരുടെ അവരുടെ വസ്തുവകളല്ല, അവരുടെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കാനും അതിനകത്തുള്ള വസ്തുവകളുമൊക്കെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ ദേവസ്വം ബോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഹിന്ദു വിശ്വാസിയായിട്ട് പിന്നെ ദൈവവിശ്വാസി അല്ല അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസി അല്ല എന്ന് പറഞ്ഞിട്ട് മാറി നിന്നിട്ട് കാര്യമില്ല.
ഓ, ഇപ്പം തന്നെ നേരത്തെ നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരു പരാമർശം വന്നു, അതായത് ഈ അകത്ത് പോയിട്ടുള്ള മുൻ പ്രസിഡന്റുമാരടക്കം ചിലപ്പോൾ കെണിയിൽ വീണതായിരിക്കാമെന്ന്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചും വേണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെന്നും വേണമെങ്കിൽ സംശയിച്ചുകൂടെ? അതൊക്കെ ചെയ്യാം. അങ്ങനെ ബോധപൂർവമായിട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ ഗൂഢാലോചനയും ആകാം. ഗൂഢാലോചന ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ചേർന്ന് ഗൂഢാലോചന നടത്തിയും ആകാം. അജണ്ടയിൽ പെട്ടെന്ന് കൊണ്ടുവന്ന് കയറ്റിയിട്ട് അതിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാതെ ചിലപ്പം മെമ്പർമാർ ഒപ്പിട്ട് കൊടുത്തിട്ടും ആകാം, അറിഞ്ഞുകൊണ്ടും ആകാം. അറിഞ്ഞുകൊണ്ട് പ്രതിഫലം എന്തെങ്കിലും അഴിമതി നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ആദായം, അത് ആദായം എന്നല്ല പറയുന്നത്, ആനുകൂല്യം ആയാലും മതി. അപ്പോൾ പണമായിട്ട് തന്നെ വാങ്ങണമെന്നില്ല, പകരം എന്തെങ്കിലും ഒരു ആനുകൂല്യം കൈപ്പറ്റിയാലും അത് അഴിമതിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഇടനിലക്കാർ ശബരിമലയിൽ സ്വൈരവിഹാരം നടത്തുകയായിരുന്നു എന്നാണ് മുൻകാല ചരിത്രത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാകുന്നത്. അത്തരം ഇടനിലക്കാരെ അകറ്റി നിർത്താൻ ഈ ബോർഡ് എന്തെങ്കിലും ചെയ്യൂ? ശ്രീ രാജേഷ് കാര്യങ്ങളെല്ലാം ഇത് പഠിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് കാണുന്നത്. ഈ ശബരിമലയിൽ നടന്നിട്ടുള്ളതിൻ്റെ എല്ലാം പിന്നിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ പോയതിന് ശേഷമുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സൈസ് അവതാരങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ എന്താണ് അവർ പലതരത്തിലുള്ള ഡൊണേഷനൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കുക, അതിനൊരു ഇടനില നിൽക്കുക. അങ്ങനെയുള്ള ജോലി ചെയ്യുന്ന ആളുകൾ അവിടെ വന്ന് അവർ കളം പിടിക്കുക. അവർ തന്ത്രിയുടെ ആളായിട്ട് വരുന്നുണ്ട്, അവർ ശാന്തിക്കാരുടെ ആളായിട്ട് വരുന്നുണ്ട്, അവർ ബോർഡ് മെമ്പേഴ്സിൻ്റെയും ബോർഡ് ചെയർമാൻ്റെ ആളുകളായിട്ട് വരുന്നുണ്ട്, സർക്കാരിൻ്റെ ആളുകളായിട്ട് വരുന്നുണ്ട്, മന്ത്രിയായിട്ടും കാണും. സ്ഥാനത്ത് നിന്ന് ആൾക്കാരോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പലതും, അതിപ്പോൾ പൊതുപ്രവർത്തകർ ആരുടെ കൂടെ നിന്ന് വേണേൽ ചിത്രം എടുക്കാം. പക്ഷെ എന്നാലും അവരൊക്കെ ആയിട്ട് വലിയ അടുപ്പം ഉണ്ടെന്ന് സ്ഥാപിച്ചാൽ ഇവരുടെ അഴിമതി നടത്താൻ അവർക്ക് എളുപ്പമായിരിക്കുമല്ലോ. അവിടെ പിന്നെ നല്ല സ്വാതന്ത്ര്യമല്ലേ, സന്നിധാനത്ത് നല്ല സ്വാതന്ത്ര്യത്തോടു കൂടി അവർക്ക് എല്ലാ കാര്യത്തിലും ഇടപെടാം. സന്നിധാനത്തെ വഴിപാട് മുതൽ ബാക്കി എല്ലാ കാര്യത്തിലും അവർ പിന്നെ ഇടപെടുന്നത് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ തൊട്ടടുത്ത് നടന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം ഉള്ള പിന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള ആളുകൾ, കുറേയേറെ ആളുകൾ അവിടെ ചുറ്റിപ്പറ്റി ഇങ്ങനെ പലതരത്തിൽ അവർക്ക് പലതരത്തിലാണ് ആനുകൂല്യം. ഇവിടുന്ന് ഈ കട്ടുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെത്. അത് കൂടാതെ ഈ വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ടല്ലോ മറ്റ് സ്റ്റേറ്റുകളിലുമൊക്കെ വൻകിട സമ്പന്നരായിട്ടുള്ള ആളുകൾ, അവരുടെയൊക്കെ ആളുകളായിട്ട് നിൽക്കുക. അവർ വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. അതിൻ്റെ പേരിൽ അവർ അവിടെ ഉള്ളപ്പോൾ അവിടെ അങ്ങോട്ട് കൊണ്ടുപോയി, ഇതിനകത്തിപ്പോൾ അങ്ങനെയും കേൾക്കുന്നുണ്ടല്ലോ, ഇവിടുന്ന് ഫലകങ്ങൾ ഇളകി അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ വെച്ച് പൂജിച്ചു കൊടുക്കുക. അത്തരം അതിനൊക്കെ നല്ല കാശ് കിട്ടിക്കാണുമല്ലോ. ഉറപ്പായിട്ടും അത്തരം ഇടനിലക്കാരെ ഒഴിവാക്കാൻ എന്ത് മാർഗമാണ് സ്വീകരിക്കാൻ പോകുന്നത്? ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇടനിലക്കാരെ എല്ലാം ഇപ്പം തന്നെ കഴിഞ്ഞ മീറ്റിങ്ങിൻ്റെ അജണ്ടയിലെ ഒരു വിഷയം അത് തന്നെ ആയിരുന്നു. ഇടനിലക്കാരെയും അതുപോലെ ഈ പറയുന്ന എന്താണ് സംഭാവനകൾ നൽകുന്ന അതിനൊരു ടേം ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകളായിട്ടും അവരെ സംഘടിപ്പിച്ച് കൊണ്ടുവരുന്നവരായിട്ടും ഒക്കെ നിൽക്കുന്ന ആളുകളെ അവരെ കൂച്ചു വിലങ്ങിടാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച, ഇന്നത്തെ ബോർഡിലല്ല കഴിഞ്ഞ ബോർഡിൽ തീരുമാനിച്ചതെന്ന് വെച്ചാൽ ഇതിനൊരു ക്രമീകരണം ഉണ്ടാകണം. ഇപ്പോൾ സംഭാവനകൾ ചെയ്യുന്ന ഭക്തന്മാരുണ്ട്, അവർക്കത് ചെയ്യാനും കഴിയണം. അതിന് ഇടനിലക്കാർ വേണ്ട, നേരിട്ട് ചെയ്യാം, സുതാര്യമായി നേരിട്ട് ചെയ്യാം. അവർക്ക് എന്തെങ്കിലും പ്രിവിലേജ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ശബരിമല വരുന്നവരെല്ലാം സുഗമമായിട്ടുള്ളൊരു ദർശനമാണ് ആഗ്രഹിക്കുന്നത്. അത്തരം സംവിധാനങ്ങൾ അന്നേരം അങ്ങനെ സംഭാവന ചെയ്യുന്നവർക്ക് കൊടുക്കൂ. ഇപ്പോൾ തിരുപ്പതി മോഡലിലാണെങ്കിൽ വലിയ രീതിയിൽ പൈസ കൊടുക്കുന്നവർക്ക് പെട്ടെന്ന് ദർശനം നടത്തി പോകാനുള്ള മാർഗങ്ങളുണ്ട്. ഇവിടെ നമ്മളങ്ങനെ ആലോചിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭക്തൻ അന്നദാനം നടത്താനെന്ന് ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംഭാവന അവിടെ പടി സ്വർണ്ണമാക്കി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അത് അവർ ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായും ഭക്തിയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള അവസരം അവർക്കുണ്ടാവണം. അതിനാരെ സമീപിക്കേണ്ട? ബോർഡിൻ്റെ നേതൃത്വത്തിലുള്ളവരാണോ? അതിന് ഞങ്ങൾ അതിൻ്റെ ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്. അതിന് ഒരു ഇപ്പം ഞങ്ങൾ തീരുമാനിച്ചതെന്ന് വെച്ചാൽ ഇത്തരം സ്പോൺസേഴ്സിനും ഒക്കെ വേണ്ടിയിട്ടുള്ള അവരെ നിയന്ത്രിക്കാനും സുതാര്യമാക്കാനും കഴിയത്തക്ക രീതിയിലുള്ള സംവിധാനം അത് എങ്ങനെ വേണമെന്നുള്ള റിപ്പോർട്ട് തരാനായിട്ട് ഒരു സ്റ്റഡി നടത്തുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പം പുതിയ അംഗങ്ങൾ അതിന് പുറത്തുള്ള അവിടെ നിന്ന് പുറത്തുള്ള ഏജൻസികളെ വേണമെങ്കിൽ അവരെ ഉപയോഗിച്ച് ആണ് ആ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ബോർഡിൽ തീരുമാനിച്ചത്.
ഇപ്പോൾ ഈ ബോർഡ് പുതിയ അംഗങ്ങൾ ഇപ്പോൾ പ്രസിഡൻറ്റും അംഗം ചുമതലയേറ്റിട്ട് അധിക ദിവസങ്ങൾ പോലും ആയില്ല. പക്ഷേ പുതിയൊരു വിവാദം ഉയർന്നു വന്നിട്ടുണ്ട്. അതായത് ശബരിമല ഭക്തർക്ക് കേരളീയ സദ്യ കൊടുക്കാൻ ഒരു തീരുമാനം പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. പക്ഷേ ആ തീരുമാനം അംഗങ്ങളുമായിട്ട് കൂടിയാലോചിച്ചല്ല എന്നും നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന പുലാവ് തന്നെ കൊടുത്താൽ മതിയെന്നുമൊക്കെയുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അങ്ങനെ ഒരു വിയോജിപ്പുണ്ടോ അതോ ഇല്ലേ? വിയോജിപ്പെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ആ കാര്യത്തിൽ പ്രസിഡന്റ് സതുദ്ദേശപരമായിട്ടുള്ളൊരു പ്രഖ്യാപനം നടത്തിയെന്നുള്ള ആലോചിക്കാനാണ് അത് പ്രഖ്യാപനം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ ആലോചിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് ശരി. സ്വാഭാവിക ജനാധിപത്യ മര്യാദയല്ലേ ആലോചിക്കേണ്ടത്. അല്ല, അത് ഒരു സതുദ്ദേശപരമായിട്ട് ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രഖ്യാപനം നടത്തി. അതിനുശേഷം വിഷയം കമ്മിറ്റി കൊണ്ടുവന്നു, പുള്ളി തന്നെ മുൻകൈയെടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ അതിന് പ്രായോഗികമായ വൈഷമ്യങ്ങളാണ് വിഷയം. ഇപ്പോൾ കമ്മിറ്റിയിൽ അതിൻ്റെ ചർച്ച വന്നപ്പോൾ അവസരത്തിൽ പ്രായോഗിക വൈഷമ്യങ്ങൾ ഞാനും ചൂണ്ടിക്കാണിച്ചു. കാരണം ഒരു സീസൺ തുടങ്ങുന്നതിന് മുമ്പാണെങ്കിൽ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ട് തുടങ്ങാം. ഇതിപ്പോൾ സീസൺ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന മെനു അനുസരിച്ചുള്ള ഭക്ഷണം എന്താണോ അത് കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഏർപ്പാടുകളാണ് ഇതുമായി ബന്ധപ്പെട്ട ജീവനക്കാരായാലും തൊഴിലാളികളായാലും കരാറുകാരനായാലും അവരുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത് ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്തേണ്ട ഒരു സാഹചര്യം വന്നാൽ ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും അവകാശങ്ങൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടമല്ലോ ഉണ്ടായാൽ അവർ കേസിനൊക്കെ പോവാം. അതൊന്ന്. രണ്ട്, ഞാൻ മനസ്സിലാക്കിയത് ഈ പുലാവിലേക്ക് എന്തുകൊണ്ട് പോയി? നേരത്തെ സദ്യ ഉണ്ടായിരുന്നു. 2019 വരെ സദ്യയാണ് കൊടുത്തിരുന്നത്, പുലാവ് കൊടുത്തിരുന്നില്ല. അപ്പോൾ പുലാവിലേക്ക് പോയത് ഇവിടെ വരുന്ന ഈ സീസണലായിട്ട് വരുന്ന ഇതിനകത്തെല്ലാം കൂടുതൽ പേരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരാണ് ഭക്തന്മാർ. അവർക്ക് കേരളീയ സദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ പരിപ്പും സാമ്പാറും ഒക്കെ ഉള്ള സാധാരണ നമ്മുടെ ഒരു ശൈലിയുണ്ടല്ലോ കേരളീയ സദ്യ, അത് അങ്ങനെ അവർക്ക് അത്ര താല്പര്യമൊന്നുമല്ല. നമുക്ക് നല്ലതാണ്, നമുക്ക് ഇഷ്ടമാണ്. ഉച്ചയ്ക്ക് അത് കിട്ടിയാൽ ഭക്തന്മാർക്കായാലും അത് കൊടുത്താൽ നല്ലത് തന്നെ ആണ്. പക്ഷേ അത് ഇഷ്ടമാവത്തില്ല. അപ്പം അവർക്ക് എങ്ങനെയാണ്? അത് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയതാണെങ്കിൽ ഇങ്ങനെ മാറാൻ കാര്യം ഈ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള അയ്യപ്പന്മാരുടെ ഒരു താല്പര്യം പരിഗണിച്ചുകൊണ്ട് എടുത്ത അന്നത്തെ ബോർഡ് എടുത്ത ഒരു തീരുമാനമാണ് സദ്യ നിർത്തി പുലാവാക്കിയത്. അപ്പോൾ അതിലൊരു മാറ്റം വരുമ്പോൾ ഒരു വേണ്ടത്ര ആലോചനയൊക്കെ നടത്തി ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണ് അതെല്ലാം നോക്കി ചെയ്യണം. ഒരുപക്ഷെ ഈ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ കൊടുക്കുന്ന ഭക്ഷണം നമ്മുടെ നാട്ടിലുള്ള ഭക്ഷണം കൊടുത്താൽ പോരെ. ഇപ്പോൾ തിരുപ്പതിയിലോ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവരാരും കേരളത്തിൽ നിന്ന് വരുന്ന ഭക്തർക്ക് കേരളീയ ഭക്ഷണം കൊടുക്കാറില്ല. അന്നേരം അങ്ങനെ വേണമെങ്കിലും പറഞ്ഞൂടെ? അങ്ങനെയും പറയാം. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ അങ്ങനെ ആലോചിച്ചത്. ഇപ്പോഴത്തെ ഫൈനൽ ഡിസിഷൻ? ഇപ്പോൾ ഫൈനൽ തീരുമാനം സദ്യ കൊടുക്കണമെന്ന് തന്നെയാണ് തീരുമാനം. പക്ഷേ പുലാവ് ഒഴിവാക്കേണ്ട, രണ്ടും കൊടുക്കും. അതിന് തുടക്കത്തിലെന്നുള്ള രീതിയിൽ ചിലപ്പോൾ പിന്നെ ഒരു ദിവസം സദ്യ കൊടുത്താൽ മറ്റൊരു ദിവസം പുലാവ് എന്നുള്ള രീതിയിലാണ്. രണ്ടും കൂടെ കൊടുക്കുമ്പോൾ എന്താണ് അത് വരുന്ന വലിയ ബാധ്യതയും അതിന് വേണ്ടിയിട്ട് വരുന്ന സന്നാഹങ്ങൾ ഏത് രീതിയിൽ വേണമെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്യാം. എന്തായാലും സദ്യ കൊടുക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ തീരുമാനിച്ചു. അതിനുള്ള പണമുണ്ട്. തരുന്ന പണമാണ്. അതെ. അതായിരുന്നു എനിക്കൊക്കെ പുതിയ മെമ്പർമാരെന്നുള്ളൊരു സംശയം. സദ്യ ആകുമ്പോൾ വരുന്ന ഒരു ചെലവില്ലേ? സദ്യ ആകുമ്പോൾ ഒരുപാട് പേര് കേരളത്തിൽ അവിടെ ഒരുപാട് പേര് ഈ ശബരിമലയിൽ തന്നെ പല ജോലിക്കാരും മാറ്റി അങ്ങനെല്ലാം ഉണ്ടല്ലോ. അവരെല്ലാം പിന്നെ സദ്യ ഉണ്ട് അവരെല്ലാം കഴിക്കുമല്ലോ. കഴിക്കരുതെന്ന് പറയാൻ ഒക്കത്തില്ലല്ലോ. പിന്നെ സദ്യ കൊടുക്കുമ്പോൾ നല്ല സദ്യ കൊടുക്കുകയും വേണം. എന്നോട്ട് നടപ്പിലാക്കും സദ്യ. അപ്പോൾ അതിന് പണം എവിടെ എന്നുള്ള ക്വസ്റ്റ്യനാണ് യഥാർത്ഥത്തിൽ എനിക്കതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൊണ്ടുവരണമെന്ന് നമ്മൾ കമ്മിറ്റി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. കൊണ്ടുവന്നപ്പോൾ പൈസയുണ്ട്. ഇപ്പം തന്നെ യഥാർത്ഥത്തിൽ 9 കോടി രൂപ അന്നദാനത്തിന് വേണ്ടി ആളുകൾ സംഭാവന ചെയ്തത് ഉണ്ട്. അന്നേരം സദ്യയും പുലാവും കൊടുക്കും. തുടക്കത്തിൽ രണ്ടും ആൾട്ടർനേറ്റ് ഈ സീസണിൽ തന്നെ കൊടുക്കണമെന്നാണ്. അതായത് പിന്നെ മകരവിളക്കോടുകൂടിയാണല്ലോ അവസാനിക്കുന്നത്. മകരവിളക്കിന് മുമ്പ് മണ്ഡലപൂജയുണ്ട്. മണ്ഡലപൂജയോടുകൂടി നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ശബരിമലയിൽ ഈ മകരവിളക്ക് കാലം എന്നുള്ള ആ സമയത്ത് അല്ലെങ്കിൽ 1-ാം തീയതികളിൽ അടുപ്പിച്ചുള്ള ഏതാനും ദിവസങ്ങളിൽ ക്ഷേത്രം തുറക്കുന്നതിന് പകരം മൊത്തം വർഷം തുറന്നു വയ്ക്കണമെന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോർഡ് ആലോചിക്കൂ. അന്നേരം ഈ തിരക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഒരു ഗുരുവായൂർ ക്ഷേത്രം പോലെ അതിൻ്റെ ഒരു കാര്യത്തെ സംബന്ധിച്ചൊരു ആലോചന എനിക്ക് അങ്ങനെ ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം എന്താണ് അതിൻ്റെ തന്ത്രിയും അതിൻ്റെ ആചാരങ്ങളുടെയൊക്കെ കൂടെ ഒരു ഭാഗമാണല്ലോ. ബോർഡിന് ആചാരങ്ങൾ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ
തന്ത്രിമാരെ നിയന്ത്രിക്കാനൊന്നും അവകാശമില്ല. നമുക്ക് കാര്യങ്ങൾ സ്മൂത്തായിട്ട് കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് തന്ത്രിമാരുമൊക്കെ ആയിട്ട് ആലോചിച്ച് ഉള്ള എല്ലാ ദിവസവും തുറക്കാൻ കഴിയുമെന്ന് ഇപ്പം തന്നെ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഈ എല്ലാ ഒന്നാം തീയതി മലയാള മാസം 1-ാം തീയതി തുറന്നു വെക്കുന്ന ഒരു സംവിധാനം വന്നിട്ട് ഒരുപാട് വർഷമൊന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു. അതെ, ആദ്യത്തെ ഒരു 5 ദിവസമൊക്കെ തുറന്ന് വയ്ക്കും. അപ്പോൾ ആളുമുണ്ട്, ഭക്തരുണ്ട്. ഈ സമയത്തെല്ലാം സദ്യയെ ചൊല്ലി ഉയർന്ന ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ബോർഡിലൊരു ഭിന്നതയുണ്ടെന്നുള്ള ഒരു തോന്നൽ വഴി തെളിച്ചിട്ടുണ്ടോ? അല്ല, അത് പത്രക്കാരും ഇടയ്ക്ക് യൂണിയനുകൾ കയറി ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ യൂണിയനുകൾ കയറി പിടിക്കുക അഭിപ്രായം പറയുകയും ചെയ്യുന്നതുകൊണ്ടൊക്കെ വരുന്ന വിഷയങ്ങളാണ്. യൂണിയനുകളുടെ ഒരു അതിപ്രസരമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇൻഫ്ലുവൻസും അതിപ്രസരമുണ്ട്. ഞാനുള്ളത് തുറന്നു പറയാം. ഞാൻ അങ്ങോട്ട് ചെല്ലേണ്ട ആളാണെങ്കിലും യൂണിയനുകളുടെ ഒരു അതിപ്രസരം അവിടെ ഉണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ ആ നിലയ്ക്ക് അംഗീകരിച്ചു കൊടുത്ത കാര്യങ്ങൾ നടക്കത്തില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യമുണ്ട്, ജനങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ ജയകുമാറും ഞാനും ഒക്കെ അംഗങ്ങളായിട്ട് വന്ന ഈ ബോർഡിൽ ജനങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്ന എന്തിനാണെന്ന് അങ്ങ് ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ നമുക്കൊരു ബോധ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നല്ല നിലയിൽ കൊണ്ടുപോകണം. അപ്പോൾ കുറച്ച് ഈ പറയുന്നത് മാറ്റിയെടുക്കുക, അവരും കൂട്ടുനിൽക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ജീവനക്കാരും കൂട്ടുനിൽക്കും, നമ്മുടെ കൂടെ നിൽക്കും. ശബരിമല മാസ്റ്റർ പ്ലാൻ നിശ്ചയിച്ച ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന ആളാണ് ഇപ്പം പ്രസിഡൻ്റായിട്ടും വന്നിട്ടുള്ളത്. അന്നേരം അത്തരം മാസ്റ്റർ പ്ലാനിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും നീക്കമുണ്ടോ? അതിന് നീക്കമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ബോർഡിൽ തീരുമാനിച്ചു, ബന്ധപ്പെട്ട മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ, അതുപോലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ്, അവരുടെ ഒരു യോഗം ഈ 18-ാം തീയതി വിളിക്കാൻ തീരുമാനിച്ചു. ഈ മാസം 18-ാം തീയതി വിളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു യോഗം കൂടിയതിന് ശേഷം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താണ് തടസ്സം, എന്തോ ചെയ്തിട്ടുണ്ട്, ഇനി എന്തെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും, മാസ്റ്റർ പ്ലാനകത്തുള്ള കാര്യങ്ങൾ തന്നെ എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യ ഒരു യോഗം ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് തന്നെ 18-ാം തീയതി കൂടാൻ തീരുമാനിച്ചു. അത് കൂടി ഐഡിയ എല്ലാം ക്ലിയർ ആക്കിക്കൊണ്ട് പിന്നെ നമുക്ക് ഇതിപ്പോൾ അവിടെ എന്ത് ചെയ്യണമെങ്കിലും ഹൈക്കോടതിയുടെ ഒരു സാങ്ഷൻ വേണം, അനുമതി വേണം. അറിവോടുകൂടിയേ ചെയ്യാൻ കഴിയും. ഹൈക്കോടതിയുടെ ഒരു നേരിട്ടുള്ള നിയന്ത്രണം ഇപ്പോൾ ഉണ്ട്. യഥാർത്ഥത്തിൽ അത്രയും നിയന്ത്രണം വേണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കാരണം അതിന് കോടതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കോടതിയെയും ഭക്തന്മാരെയും ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. കാരണം കാലാകാലങ്ങളിൽ ഭരിക്കേണ്ട ആളുകളുടെ ഭാഗത്ത് നിന്ന് വേണ്ട രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ടു പോയിരുന്നെങ്കിൽ കോടതി ഇങ്ങനെ ഇടപെടേണ്ടി വരത്തില്ലായിരുന്നു. അതെ. ഇപ്പം തന്നെ ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളികളൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി അതിൽ സ്വർണം തൂക്കി വിറ്റു എന്നൊക്കെ ഉള്ള രീതിയിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ ഭക്തർ പൊതുവേ ചിന്തിക്കാറുണ്ട്, ഇതൊക്കെ ദൈവത്തിൻ്റെ അടുത്ത് നിന്നിട്ട് അങ്ങനെ ഒരു വിശ്വാസമുള്ളവർ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റി, അങ്ങ് എങ്ങനെയാണ് ഇതിനെയൊക്കെ കാണുന്നത്? അങ്ങ് എത്രയോ വർഷത്തെ വളരെ വളരെ നിഷ്പക്ഷമായിട്ടുള്ളതും വളരെ ഒരു കളങ്കം പോലും ഏൽപ്പിക്കാത്ത പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള ഒരാളെന്നുള്ള നിലയിൽ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഞാനിതിനെ കാണുന്നത് ഒരു യഥാർത്ഥ ഭക്തൻ, യഥാർത്ഥ ദൈവവിശ്വാസി, ആ ദൈവത്തിൻ്റെ ഒരു കല്ല് അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തു കട്ടുകൊണ്ട് പോവുമോ? ദൈവത്തിൻ്റെ എന്തെങ്കിലും വസ്തു ഒരു യഥാർത്ഥ ഭക്തൻ ഒരിക്കലും ഇല്ല. യഥാർത്ഥ ഭക്തനാണെങ്കിൽ അവൻ ഒരിക്കലും ദൈവത്തിൻ്റെ ഒരു മുതലും കളവ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറ്റിക്കൂടി നിൽക്കുന്നവരും അതിനകത്ത അന്തേവാസികളും ഒക്കെ ആയിട്ടുള്ളവരോടക്കം അതൊക്കെ ആണല്ലോ ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവരടക്കം യഥാർത്ഥ ഭക്തന്മാരൊന്നും അല്ല. ഭക്തന്മാർക്ക് ഇങ്ങനെ കക്കാനൊക്കത്തില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ്. കപടഭക്തരായിരിക്കും. കപടഭക്തരാ. അവരുടെ തനിനിറം പുറത്ത് കൊണ്ടുവരും. പുറത്ത് വരുമെന്നാണ്. നമ്മളല്ലല്ലോ ഇപ്പോൾ കോടതി തന്നെ നേരിട്ട് ഇടപെട്ട് അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണം നേരായ വഴിക്ക് തന്നെ പോകുന്നു എന്നാണ് ഇതുവരെ എല്ലാവരും വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ സംസ്ഥാനത്ത് ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിലെത്തി നിൽക്കുകയാണ്. 9-ാം തീയതിയും 11-ാം തീയതിയാണ് തിരഞ്ഞെടുപ്പ്. അന്നേരം ഈ താങ്കളൊരു സീസൺഡ് പൊളിറ്റീഷ്യൻ കൂടിയാണ്. അന്നേരം ഇത്തരം ഈ സ്വർണ്ണക്കൊള്ള വിവാദം ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിൽ പ്രതിഫലിക്കും എന്ന് കരുതുന്നുണ്ടോ? CPI സ്റ്റേറ്റ് കൗൺസിൽ ഞാൻ അങ്ങനെ കരുതുന്നില്ല. അതിൻ്റെ കാരണം സ്വർണ്ണക്കൊള്ളയിൽ അതിനെക്കുറിച്ചുള്ള പരാതികൾ വരികയോ അല്ലെങ്കിൽ അറിവ് കിട്ടിയതിനെ തുടർന്ന് അതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണം നേരായ വഴിക്ക് തന്നെ പോകുന്നു. രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ ഉള്ളവർ അതിൽ ഉൾപ്പെട്ടു എന്ന് ഉള്ള അന്വേഷണ സംഘത്തിൻ്റെ ഉദ്ദേശത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പേരെല്ലാം ശക്തമായ നടപടിയെടുക്കുന്നു. അവർ ജയിലിൽ കിടക്കുന്നു. അപ്പം നടപടിയെ നിർത്തിവെക്കാൻ പറയുകയോ അല്ലെങ്കിൽ ഇടപെടുകയോ ആ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുകയോ ചെയ്താലാണ് ഈ ഭരിക്കുന്ന ആളുകൾക്ക് ജനങ്ങളുടെ ഇടയിൽ ഒരു വിമർശനം വരേണ്ടതെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്.
ഹൈക്കോടതിയുടെ നിയന്ത്രണവും കൂടെ ഉള്ളതുകൊണ്ടാണെന്ന് ചിലർ പ്രതിപക്ഷം പറയുന്നത്. അത് ഒരു പ്രധാന കാര്യം തന്നെയാണ് ഈ കോടതി നിയന്ത്രണവും. എന്നാലും ഗവൺമെൻറ് വളരെ ഇത് പ്രതികൾ ആരെങ്കിലും കുറ്റം ചെയ്തവരുണ്ടെ പുറത്ത് കൊണ്ടുവരണമെന്നുള്ള സമീപനമാണ്. ആ സമീപനമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ആളുകളകത്ത് കിടക്കുന്നത്. അവരെ ഏതെങ്കിലും കാരണവശാൽ പുറത്ത് കൊണ്ടുവരാനുള്ള ഒരു പ്രത്യേക സമീപനമോ പ്രോസിക്യൂഷൻ ആ നിലയിൽ എന്തെങ്കിലും ഒരു വീഴ്ച വരുത്തിക്കൊണ്ട് അവരെ സഹായിക്കുന്ന സമീപനം ഒന്നും എടുത്തതായിട്ട് ഈ കോടതിയും പറയുന്നില്ല, ആരും പറയുന്നില്ല. കഴിഞ്ഞ മന്ത്രിസഭയിൽ താങ്കൾ അംഗമായിരുന്നു. ഇപ്പം ഇപ്പോഴത്തെ മന്ത്രിസഭയുടെ കാലാവധി തീരാൻ ഇനി ഏതാനും മാസം കൂടിയേ ബാക്കിയുള്ളൂ. പക്ഷെ മുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ CPM ഉം CPI തമ്മിൽ ഒരു അകൽച്ച കൂടി വരികയാണോ? ഇപ്പം തന്നെ പല വിഷയങ്ങളിലും CPI നേതൃത്വത്തെ അറിയിക്കുക, അല്ലെ CPI മന്ത്രിമാരെ മറച്ചു വെച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു എന്നുള്ളതൊക്കെ വിമർശനമുണ്ട്. എന്തു പറയുന്നു? പാർട്ടി സെക്രട്ടറിയാണ് അതിന് മറുപടി പറയേണ്ടത്. എൻ്റെ അഭിപ്രായം ഇതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. കാരണം എന്നും എല്ലാ കാലത്തും CPM തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോൾ തന്നെയാണ് ഒരു മുന്നണിയായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. മുന്നണിയാകാൻ പോകാൻ തീരുമാനിച്ചതിന് ശേഷം പിന്നെ മുന്നണി തന്നെ. അപ്പോൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ളത് പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോകേണ്ടി വരും. അതെല്ലാം ആ നിലയിൽ തന്നെ കണ്ടുകൊണ്ടാണ് നമ്മുടെ പാർട്ടി നേതൃത്വങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഐക്യമുന്നണിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം അങ്ങനെ സോൾവ് ചെയ്യാൻ കഴിയാത്ത ഒരു പ്രശ്നവും നിലവിലില്ല. ഞാൻ പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗമാണല്ലോ. ഈ പറയുന്ന പല വിഷയങ്ങളെല്ലാം സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വരുന്നതാണ്. അപ്പോൾ ആ ചർച്ചയിലെല്ലാം വിമർശനങ്ങൾ ആളുകൾ ഉന്നയിക്കാം. അതിനാണല്ലോ കമ്മിറ്റി കൂടുന്നത്. കമ്മിറ്റി കൂടുമ്പോൾ വിമർശനങ്ങൾ വരും, നിർദ്ദേശങ്ങൾ വരും. പക്ഷേ ആ വിമർശനങ്ങളും നിർദ്ദേശങ്ങളും പറയുന്നത് മാത്രമാണ് വെളിയിൽ വരുന്നതെന്നുള്ള തീരുമാനത്തിനേക്കാൾ പ്രാധാന്യം ആരെന്ത് വിമർശിച്ചു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെയാണ്. അതിനകത്ത് യാതൊരു കാര്യമില്ല. കാരണം ഇവിടെ ഇത്രയും നാളത്തെ പാർട്ടി പ്രവർത്തനത്തിൻ്റെ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിമർശനം സ്വാഭാവികം വേണം. എൻ്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ച എൻ്റെ കമ്മിറ്റിയിലെ അംഗം ചൂണ്ടിക്കാട്ടിയില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് ധരിച്ച് ഞാൻ പോകേണ്ടി വരും. അതുകൊണ്ട് വിമർശിക്കും. അതിനപ്പുറത്തേക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും CPM തമ്മിൽ ഇല്ല. ചില വിഷയങ്ങളിലൊക്കെ ചില നിലപാടുകൾ തെറ്റാണ് എന്നുള്ളത് ഞങ്ങൾ അഭിപ്രായം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത് നടന്ന സംഭവങ്ങളിലും എല്ലാം ബിനോയ് എല്ലാം അത് തുറന്നു പറഞ്ഞു. പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ ബിനോയ് വിശ്വത്തെക്കുറിച്ച് എന്ത് പറയുന്നത്? കാരണം വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരിരുന്ന കസേരയാണത്, ഏറ്റവും ഒടുവിൽ കാനം വരെ. ബിനോയ് വിശ്വത്തെക്കുറിച്ച് എന്ത് പറയുന്നു പാർട്ടി സെക്രട്ടറി എന്നുള്ളത്? ബിനോയ് നല്ല നിലയ്ക്ക് തന്നെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം പുതിയ നേതൃത്വമാണ് എന്നൊക്കെ പറയുമ്പോഴും വളരെയധികം പാരമ്പര്യവും വളരെയധികം പ്രവർത്തന പരിചയമുള്ള ആളാണ് ബിനോയ്. വളരെ കുഞ്ഞിലെ ഞാൻ AISFൻ്റെ പ്രവർത്തകനായിരിക്കുമ്പോൾ അദ്ദേഹം AISFൻ്റെ പ്രവർത്തനത്തിലൂടെ സ്റ്റേറ്റ് നിലവാരത്തിൽ വന്ന ആളാണ്. ഈ പാർട്ടി സെക്രട്ടറിമാരായിട്ട് ഇരുന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഞാൻ അതേസമയം പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, മണ്ഡലം സെക്രട്ടറി, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഇങ്ങനെയൊക്കെയായി. അദ്ദേഹം അങ്ങനെ ഇരുന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ബഹുജന സംഘടനയുടെ നേതാവ് എന്നുള്ള രീതിയിൽ വളരെ വലിയ ഉത്തരവാദിത്തങ്ങൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും പിന്നെ വേൾഡ് അടിസ്ഥാനത്തിലും ഒക്കെ ചുമതല വഹിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് പരിചയസമ്പന്നനാണ്. ആളുകളറിയാം, നല്ലപോലെ പെരുമാറാനറിയാം, നല്ല പാരമ്പര്യമുണ്ട്, ആശയ വ്യക്തത എല്ലാം ആ കാര്യത്തിലുണ്ടെന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. പിന്നെ പഴയ തലമുറയിൽപ്പെട്ട പ്രഗത്ഭന്മാരായിട്ടുള്ള അച്യുതമേനോനും എമ്മനും TV ഒക്കെ നയിച്ചിരുന്ന പ്രസ്ഥാനത്തിലാണ് ഇപ്പോൾ അടുത്ത തലമുറയെ അതിന് നല്ല നിലയിൽ കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങ് വനം വകുപ്പ് മന്ത്രിയായിരുന്നു. ഇപ്പം പക്ഷേ ഇപ്പോൾ അടുത്ത ഇടയ്ക്ക് അല്ലെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇപ്പം വന്യജീവി ആക്രമണങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട്. ഇത് തടയുന്നതിൽ ഉള്ള വനം വകുപ്പ് ആവിഷ്കരിക്കുന്ന പദ്ധതികൾ അത് അത്ര ഫലപ്രദമാണോ? വേണ്ടത്ര ഫലപ്രദം ആകുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ ഈ കൂടുതൽ വന്യജീവി ആക്രമണത്തിൻ്റെ പേരുള്ള പരാതികളും മറ്റും ഉണ്ടാകുന്നത്. പക്ഷെ സത്യത്തിൽ നമുക്ക് വനം സംരക്ഷിക്കാനാവശ്യമായിട്ടുള്ള ഫണ്ട് നമ്മുടെ കേരള സംസ്ഥാന ബഡ്ജറ്റിൽ അത് മതിയാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എൻ്റെ അനുഭവത്തിൻ്റെ കൂടെ അടുത്താണ് ഞാൻ പറയുന്നത്. പിന്നെ കേന്ദ്രമാണ് തരേണ്ടത്. കേന്ദ്രവും ആവശ്യമായിട്ടുള്ള ഫണ്ട് തരുന്നില്ല. ഒന്നത്. രണ്ട്, ഈ നമ്മുടെ സാഹചര്യം, കേരളത്തിൻ്റെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കർഷകർ എന്ന് പറയുന്നത് വനത്തോട് ചേർന്ന് തന്നെ കൃഷി ചെയ്ത് ജീവിക്കുന്ന ധാരാളം ആളുകളും കൃഷിക്കാരുമുണ്ട്. ഇവിടെ ഈ ജനസാന്ദ്രത കൂടുതലായതുകൊണ്ട് വനത്തോട് ചേർന്ന് തന്നെ വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും നമുക്ക് പോയാൽ നമുക്ക് കാണാം. വനം എന്ന് പറയുന്നെങ്കിലും കുന്നുംപറങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. വനം ഏറിയാണ്.
അപ്പോൾ അവിടെ പിന്നെ ഈ പറയുന്ന വന്യമൃഗങ്ങളുടെ ശല്യം അങ്ങനെ ഉണ്ടാകാനിടയില്ല. ഇവിടെ അങ്ങനെയല്ല. വനത്തോട് ചേർന്ന് നല്ല കൈതച്ചക്ക, നല്ല മാങ്ങ, നല്ല തേങ്ങ, വാഴ ഇതെല്ലാം അടുത്ത് കൃഷി ചെയ്യുകയാണ്. ഇതിൻ്റെയൊക്കെ ഒരു രുചി ഇതിൻ്റെ രുചി യഥാർത്ഥത്തിൽ വനത്തിനകത്തുള്ള ഏതെങ്കിലും ഇതിന് കിട്ടുമോ? നല്ല കൈതച്ചക്ക, ആന ഇറങ്ങി കൈതച്ചക്ക കിട്ടിയാൽ ആ കൈതച്ചക്കയുടെ മണം മതി. ഇത് പിന്നെ എവിടെ നിന്നാലും ഇത് വരും. അത് കാടിൻ്റെ ഒരു അതിർത്തി കുറഞ്ഞു വരുന്ന കാട് ചുരുങ്ങുന്നതോടുകൂടി അല്ലേ കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങും. കാടിപ്പോൾ അങ്ങനെ ചുരുങ്ങുന്നെന്ന് പറയാനൊന്നും കഴിയില്ല കേരളത്തിൽ. കാരണം മുമ്പ് ചുരുങ്ങിയിരുന്നു. നമ്മൾ കേരളത്തിൽ യഥാർത്ഥത്തിൽ കേന്ദ്ര വനനിയമം വരുന്നതിന് മുമ്പ് സംസ്ഥാനങ്ങൾക്ക് അധികാരമായിരുന്നപ്പോൾ നമ്മുടെ കാടെല്ലാം വെട്ടിത്തെളിച്ച് പ്ലാന്റേഷൻ ആക്കിയില്ലേ. ഇപ്പോൾ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് എൻ്റെ മണ്ഡലത്തിൽ പെട്ടായിരുന്നല്ലോ ഓയിൽ പാമിൻ്റെ 5000 ഹെക്ടർ സ്ഥലം എന്ന് പറയുന്നത് വനമായിരുന്നു. തൊട്ടപ്പുറത്ത് പത്തനാപുരം മണ്ഡലത്തിൽ ഫാമിംഗ് കോർപ്പറേഷൻ, അതും 5000 ഹെക്ടറിലധികം വരുന്ന സ്ഥലം വനമായിരുന്നു. ഇതുപോലെ കേരളത്തിൽ നമ്മൾ മൊത്തത്തിലെടുത്താൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെയും വിവിധ ഇതുപോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഒക്കെ കയ്യിൽ തന്നെ 10,000 ഹെക്ടർ വനഭൂമി അത് പിന്നീട് വനമല്ലാതായി മാറി. അത് യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിൻ്റെ അധികാരത്തിലിരിക്കുന്ന സമയത്ത് സംസ്ഥാനത്തിന് ചെയ്യാം, നിയമപരമായി ചെയ്യാം. വനം അപ്പോൾ ഇവിടെ ആളുകൾക്ക് താമസിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് വനഭൂമി അടക്കം പതിച്ചു കൊടുത്തുകൊണ്ട് അന്ന് ചെയ്തിരുന്നു. പക്ഷേ കേന്ദ്ര വനനിയമം വന്നതിന് ശേഷം പിന്നെ നമുക്ക് അതിനൊന്നുമുള്ള സാധ്യതയില്ല. മാത്രമല്ല ഇപ്പം അങ്ങനെ വനം കയ്യേറ്റമില്ലല്ലോ. ഞങ്ങളുടെയൊക്കെ മേഖലയിൽ പോലും, കിഴക്കൻ മേഖലയിൽ പോലും വനം കയ്യേറാനിപ്പോൾ പറ്റില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമല വിവാദങ്ങളിൽ നിന്ന് മുക്തമാക്കട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു.